ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും വലിച്ചു വാരി കഴിക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്. ഏത് ഭക്ഷണവും നമുക്ക് എല്ലാ നേരത്തും കഴിക്കാൻ പറ്റുന്നതാണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാത്രി അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ഹായ്, ഞാൻ ഡോക്ടർ ആര്യ, നാച്ചുറോപ്പതി ഫിസിഷ്യൻ, ഡോക്ടർ ഡയറ്റ്. ഇന്ന് തിരക്കേറിയ ഒരു ജീവിത സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കറക്റ്റ് സമയങ്ങളിൽ അല്ലെങ്കിൽ കഴിക്കേണ്ട രീതിയിലല്ല നമ്മൾ കഴിക്കുന്നത്. എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പൊതുവെ എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ലഞ്ച് ആണെങ്കിൽ കറക്റ്റ് കോമ്പിനേഷനുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഈവനിങ് ടൈമിൽ ഏതെങ്കിലും ഒരു ചായ അല്ലെങ്കിൽ ഒരു സ്നാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതങ്ങ് നിർത്തുന്നു. രാത്രി സമയമാകുമ്പം നമ്മൾ ഈ ഓൾ ഡേയിൽ കഴിക്കാത്ത കാര്യങ്ങൾ മൊത്തം നമ്മൾ രാത്രി കാലങ്ങളിൽ ആ ഒരു ഡംപ് ചെയ്ത് നമ്മൾ കഴിക്കുന്നു. ഒരു വലിയ ഹെവി ആയിട്ട് നമ്മൾ മീൽ എടുക്കുന്നതാണ് എല്ലാവരും ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണം രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസും അല്ലാതെയും നമ്മുടെ ഓർഗൻ റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. രാത്രി കാലങ്ങളിൽ നമ്മൾ അമിതമായിട്ട് ഭക്ഷണം എടുക്കുകയോ അല്ലെങ്കിൽ നേരം വൈകി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ഒന്നും കൃത്യമായിട്ട് ഡൈജസ്റ്റ് ആവാത്തൊരവസ്ഥയാണ്. അതായത് നമ്മുടെ ശരീരം രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുമ്പോഴും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അതിന് കൃത്യമായിട്ട് ഡൈജഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഭക്ഷണത്തിന് ദഹിക്കാനുള്ളൊരു ടെൻഡൻസി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇതുവഴി ഇത്തരത്തിലുള്ള ഭക്ഷണം ദഹിക്കാതെയും അതുമല്ല നമ്മുടെ ഫാറ്റ് ആയിട്ട് ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. അതുവഴി നമുക്ക് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളും ഡയബറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാൻ ഒരു കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ജങ്ക് ഫുഡ്സ് ആണ്. രാത്രി സമയമാകുമ്പോൾ പൊതുവെ എല്ലാവരും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ കോമൺലി ചെയ്യുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈസിലി എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വാങ്ങിച്ച് കഴിക്കുക. ഇതിനകത്തൊക്കെ ധാരാളമായിട്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള കണ്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാക്ഡ് ആയതുകൊണ്ട് തന്നെ സോഡിയവും ഒക്കെ ധാരാളമായിട്ടുണ്ട്. സ്വീറ്റ്സ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഫ്ലേവറിങ് ഏജൻസ് ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ്നസും കളറിങ് ഏജൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടാണ് ഇത്തരത്തിൽ ജങ്ക് ഫുഡ്സ് നമുക്ക് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് കലോറി എത്തുകയും അതുപോലെ തന്നെ ധാരാളമായിട്ട് സോഡിയം എത്തുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ്ലി ഒരുപാട് എനർജി എത്തുകയും അതുവഴി നമുക്ക് ഒബേസിറ്റി, അതുപോലെ നമ്മുടെ അമിതമായുള്ള രക്തസമ്മർദ്ദം, അതുപോലെ നമ്മുടെ ഡയബറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു 6 മണിക്ക് ശേഷം ഇത്തരത്തിലുള്ള ഭക്ഷണം എടുക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഭക്ഷണമാണ് സ്പൈസി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മസാലാസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ. ഇത് നമ്മൾ രാത്രി സമയങ്ങളിൽ കഴിക്കുന്നത് വഴി നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്ക് പുളിച്ച് കയറി വരിക, നെഞ്ചിരിച്ചിൽ, ബർപ്പിംഗ് ഉണ്ടാവുക, വയറ് വീർത്ത് വരിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു കാരണമാകുന്നുണ്ട്. ഇതുവഴി നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മുടെ ഉറക്കമൊക്കെ ഡിസ്റ്റർബ് ആവാൻ ഒരു കാരണമാകുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു അസ്വസ്ഥത, മൊത്തത്തിലൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിക്കറൻ്റ് ആയിട്ട് ചുമ വരിക, അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ടെമ്പറേച്ചറൊക്കെ കൂടാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി ഇത്രയും ഭക്ഷണങ്ങൾ എടുക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആ ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൾട്രേഷൻ സംഭവിക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ജ്യൂസസ് ആണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ജ്യൂസസ്, നമ്മൾ പൊതുവേ കേട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ജ്യൂസ് എടുക്കുന്നത് വഴി അമിതമായിട്ടുള്ള കലോറിയാണ് നമ്മുടെ ശരീരത്തേക്ക് എത്തിപ്പെടുന്നത്. ഫ്രൂട്ട്സ് നമ്മൾ എടുക്കുന്നത്, അതായത് നമ്മൾ ജ്യൂസ് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് ആക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഫൈബറൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ കംപ്ലയിൻസിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. രാത്രി കാലങ്ങളിൽ നമ്മൾ ജ്യൂസ് എടുക്കുന്നത് വഴി നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, ബെൽച്ചിങ് അതായത് പുളിച്ച് കയറി വരിക, നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. മാത്രമല്ല ഇതിനകത്ത് ധാരാളമായിട്ട് ഫ്രക്ടോസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവാൻ ഒരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൂട്ട്സ് അതേ ഫോമിൽ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതായത് ഇതിനകത്ത് ധാരാളമായിട്ട് പുളി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആസിഡിക് കംപ്ലയിൻസ് ഒക്കെ കൂടാൻ കാരണമാവുന്നുണ്ട്. പുളിച്ച് കയറി വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇത്തരം സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഫ്രൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ സിട്രസ് ആയിട്ടുള്ള കണ്ടൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൽക്കഹോളാണ്. സാധാരണഗതിയിൽ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് മദ്യപിച്ചിട്ടൊക്കെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട്. അന്നത്തെ ദിവസത്തെ ടെൻഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും രാത്രി നല്ല രീതിയിലൊരു സ്ലീപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതൊരു കോമൺലി കണ്ടുവരുന്ന കാര്യമാണ്. ഇത്തരത്തിൽ നിങ്ങൾ അമിതമായിട്ട് മദ്യപാനം അല്ലെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം മദ്യം എടുക്കുന്നത് വഴി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒന്നാമതായിട്ട് നമ്മൾ ഇത് എം ടി കലറിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അതുകൊണ്ട് ആ ഒരു കലറി കൊണ്ട് നമുക്കൊരു കാര്യവും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ ഒബേസിറ്റി പോലുള്ള ടെൻഡൻസി ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനൊരു കാരണമാകുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്കിതൊരു സെഡേറ്റീവ് ഇഫക്റ്റ് ആണ് തരുന്നത്. അതായത് നമ്മൾ ഈ മദ്യപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ഉറങ്ങിപ്പോകുന്നൊരു ടെൻഡൻസി, എന്നാൽ ശരിക്കും അവർ മയങ്ങിപ്പോകുന്നൊരവസ്ഥയാണുള്ളത്. എന്നാൽ ആ ഒരു നേരം വെളുത്ത്, അതായത് മോർണിംഗ് ടൈമിൽ അവർ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു ക്ഷീണം അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയും തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ടൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ത്രോട്ട് മസിൽസ് ഒക്കെ റിലാക്സ് ആവുകയും അതുവഴി നമുക്ക് കൂർക്കം വലി ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും അതുമാത്രമല്ല
നമ്മുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ്റെ സപ്ലൈ എത്തുന്നത് കുറയാനൊരു കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം മദ്യപിക്കുന്ന ആ ഒരു ശീലം കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മൾ മദ്യപിക്കുന്നത് വഴി ഈ പ്രശ്നങ്ങൾ മാത്രമല്ല, നമുക്ക് ഓർഗൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ലിവർ ഡാമേജ് ആവുന്നു, നമുക്ക് BP ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനിങ് ഒക്കെ സ്ലോ ഡൗൺ ആവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ആറാമതായി നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു കണ്ടന്റാണ് സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് ഭയങ്കര സ്ലോ ഡൗൺ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ആസിഡിറ്റി കൂടാനൊരു കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുന്നത് വഴി നമ്മുടെ ജനറൽ ബോഡി ഫംഗ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ കാരണമാകുന്നുണ്ട്. സ്വീറ്റ് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് എംപ്റ്റി കലോറി എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ലോഡ് ആവുകയും കറക്റ്റായിട്ട് രാത്രി സമയങ്ങളിൽ ഡൈജസ്റ്റ് അതായത് ദഹനം കറക്റ്റായിട്ട് നടക്കാത്തൊരവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ സ്വീറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത കാറ്റഗറിയിൽ പെടുന്ന ഭക്ഷണങ്ങളാണ് കഫീൻ അടങ്ങിയിട്ടുള്ളത്. പ്രധാനമായിട്ട് നമുക്കറിയാം നമ്മുടെ കോഫി, ടീ, അതുപോലുള്ള കോള പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതിനൊക്കെ ധാരാളമായിട്ട് കലോറി ഉണ്ട് നമുക്കറിയാം. അതുവഴി നമുക്ക് ഒബേസിറ്റി ഉണ്ടാവുകയും ഇത് രാത്രി കാലങ്ങളിൽ നമ്മൾ കഴിക്കുന്നത് വഴി നമുക്ക് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ, പുളിച്ച് കയറി വരിക, നെഞ്ചരിച്ച് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു വിശപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 1-2 ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ്. പ്രധാനമായിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അതായത് നമുക്ക് പേരയ്ക്ക കഴിക്കാം, അതുപോലെ പപ്പായ അല്ലെങ്കിൽ ആപ്പിൾ പോലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതെല്ലാം ന്യൂട്രീഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസിനൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും അത്തരത്തിലുള്ള അസുഖങ്ങളുടെ ഒരു ഓൺസെറ്റിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറെ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഭക്ഷണങ്ങൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ പ്രധാനമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്